ബഡ്സ് T300 വാങ്ങിച്ച വത് ബൈങ് ആകോ? അത് ഡ്യൂറബിൾ ആണോ? കുറെ കൂട്ടായി ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. എന്തായാലും അതിൻ്റെയൊക്കെ ആൻസർ ഇന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോവാണേ. അതായത് റിയൽമി ബഡ്സ് T300ന്റെ ഒരു ലോങ് ടേം യൂസർ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ. ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് 5 മാസം പ്രായമുള്ള റിയൽമി ബഡ്സ് T300 ആണ്. ബിഗ് ബില്യൺ ഡേയ്സിൽ മേടിച്ചാണ്. ഇത് ആക്ച്വലി എൻ്റെ കസിൻ വിഷ്ണുവിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ വിഷ്ണു, എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചത്? 2009 രൂപയ്ക്ക്. 2009 രൂപയ്ക്ക് വാങ്ങിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇൻഷുറൻസ് എടുത്തു അല്ലേ? ഒരു വർഷം എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തു. ഇൻഷുറൻസ് അല്ല, എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തു. അത് 89 രൂപയുടെ എക്സ്റ്റൻഡ് വാറണ്ടി. അപ്പൊ എനിക്ക് തോന്നുന്നു 1000 സംതിങ് രൂപയ്ക്ക് ആയിരിക്കണം. 1800 സംതിങ് രൂപയായിരുന്നു ഈ ഒരു റിയൽമി ബഡ്സ് T300ന്റെ ബിഗ് ബില്യൺ ഡേയ്സിലുള്ള റേറ്റ് കേട്ടാ. അപ്പോൾ 2009 രൂപയ്ക്ക് ഇത് വർത്താണോ അല്ലയോ? അത് ആദ്യം പറ. വർത്താണ്. ഓക്കെ, അപ്പൊ ഇനി ഉള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾറെഡി വേണ്ട ഒരു കേസ് ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റയുള്ള ദീപ് സ്റ്റോറിൽ മേടിച്ച കേസാണ്. പ്രീമിയം ക്വാളിറ്റി കേസാണ്. കേസ് എങ്ങനെ വർത്താണോ? അതെ അതെ, ഞാൻ ആദ്യമേ ഒരു 2 മാസം അതിന്റെ ഒരു ഫിനിഷിന്റെ ചെറിയൊരു വ്യത്യാസം വ്യത്യാസമല്ല, സ്ക്രാച്ച് ഉണ്ടായി. പൊതുവെ നിങ്ങൾ ഇതിന്റെ വീഡിയോ കണ്ടിട്ട് മനസ്സിലാവും ഇത് മാറ്റ് ഫിനിഷ് ആണെന്ന് ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് സ്ക്രാച്ച് ആയി പോകാൻ ചാൻസ് ഇല്ല എന്നാണ് ഞാൻ അവിടെ പറഞ്ഞത്. പക്ഷെ ഞാനത് തിരിച്ചെടുക്കുവാണ്. കാരണം അത്യാവശ്യം നല്ല രീതിക്ക് ഇവിടെ സ്ക്രാച്ച് ആയിട്ടുണ്ട്. സ്ക്രാച്ച് എന്നുള്ളതല്ല, വേറെ എന്തൊക്കെയോ ഒരു പാടുകളല്ലേ, കുറേ വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും ആ ഒരു കാരണം ഇത് കേസ് അന്നേ വാങ്ങിച്ചിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഇതിലുണ്ടാവത്തില്ലായിരുന്നു. അതെ, പോയി കിട്ടി. പക്ഷെ റിയൽമി ആ ലോഗിക്കൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. അതൊന്നും വലിയ പ്രശ്നമില്ല. എന്നാൽ മുകളിലത്തെ കുറച്ച് ഭാഗങ്ങളിൽ എന്തൊക്കെയോ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ട്. എന്നാൽ കേസ് ഇട്ടതിന് ശേഷം അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ലല്ലേ? ഈ ഒരു പ്രശ്നം കാരണമാണ് ഞാൻ കേസ് വാങ്ങിച്ചത്. കാരണം പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു. അതെ, സത്യം പറഞ്ഞാൽ വിഷ്ണുവിന് അറിയത്തില്ല കേട്ടോ എനിക്ക് അങ്ങനെ ഒരു സ്റ്റോർ ഉണ്ടായിരുന്നുള്ളത്. അപ്പൊ എന്തായാലും കണ്ടാണ് പെട്ടെന്ന് പറഞ്ഞത്. അതെ, എന്തായാലും കേസ് ഇട്ട് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് സ്ക്രാച്ച് പ്രൂഫ് എന്നുള്ള സംഭവം മാത്രമല്ല, ഷോക്ക് പ്രൂഫും കൂടെയാണ്. അതായത് എവിടെയെങ്കിലുമൊക്കെ അത്യാവശ്യം വീണാൽ പോലും പെട്ടെന്ന് പൊട്ടാനും ചാൻസ് വളരെ കുറവാണ്. ഫിസിക്കൽ ഡാമേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2 വർഷം എക്സ്റ്റൻഡ് വാറണ്ടി എടുത്താൽ പോലും നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്ത് കിട്ടാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു കാര്യത്തിൽ ഉറപ്പായിട്ടും ഈ ഒരു കേസ് യൂസ്ഫുൾ തന്നെയാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇൻസ്റ്റലുള്ള ദീപ് സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ആമസോണിലും ഫ്ലിപ്കാർട്ടോ കിട്ടുന്നതിനേക്കാളും കാശ് കുറഞ്ഞിട്ട് പ്രീമിയം ക്വാളിറ്റിയാണ്. നിങ്ങൾ ദയവ് ചെയ്ത് നോർമൽ ക്വാളിറ്റിയിലുള്ള സാധനവും ഈ ഒരു പ്രോഡക്റ്റും വെച്ച് കമ്പയർ ചെയ്യില്ല. ഇത് പ്രീമിയം ക്വാളിറ്റിയാണ്. പ്രീമിയം ക്വാളിറ്റി വേണമെന്നുള്ളവർ മാത്രം അവിടെ വന്നാൽ മതി. കാരണം നമ്മളിൽ നോർമൽ ക്വാളിറ്റി ഇല്ല. സോ ഉറപ്പായിട്ടും ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക നമ്മുടെ ദീപ് സ്റ്റോർ. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുവാണെങ്കിൽ ഇതിൽ ടോട്ടൽ എത്ര പ്ലേ ടൈം കിട്ടും നമ്മുടെ കേസിന്? നോർമലി അവർ പറയുന്നത് 40 hours ആണേ. പക്ഷേ എത്ര കിട്ടും? 25. ആക്റ്റീവ് നോയ്സ് ക്യാൻസൽ ഓൺ ആയിട്ട്. ഓക്കെ, ANC ഓൺ ആക്കുവാണെങ്കിൽ നമുക്ക് 25 കിട്ടുന്നു. എനിക്ക് തോന്നുന്നു അവർ ANC ഓണിൽ പറയുന്നില്ല തോന്നുന്നല്ലേ? അവർ നോർമലി പറയുന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് അവിടെ 42 hours അവർ ANC ഓണിലായിരിക്കാൻ പറയുന്നത്. എന്തായാലും വിഷ്ണുവിന് കേസ് നിന്ന ടോട്ടൽ പ്ലേ ടൈം ഒരു 25 ആണ്. എത്ര പെർസെൻറ്റേജ് ആ ഒരു ബാറ്ററി ലെവലാണ്? 90-80. അതാണ് 80 to 90% നമ്മൾ പാട്ട് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും ഇതേ കിട്ടത്തുള്ളൂ. അതിൽ വേറെ ഒരു സംശയമില്ല. ഞാൻ നോർമലി പറയുകയാണ്, ഇപ്പോൾ 40 മണിക്കൂറാണെങ്കിൽ നിങ്ങൾ 100% ഇടുവാണെങ്കിൽ നേരെ അതിൻ്റെ പകുതിയാവും. അതായത് 20 hours. ഇതിപ്പോൾ ഒരു 80 to 90% ഇടുന്നതുകൊണ്ടാണ് അതൊരു 25 ഒക്കെ കിട്ടുന്നത്. ഓക്കെ, ഇനി സിംഗിൾ പ്ലേ ടൈം എത്ര കിട്ടും? എനിക്ക് തോന്നുന്നു 7 മണിക്കൂറല്ലേ? 7-8 ആണ് കമ്പനി പറയുന്നത്. കമ്പനി പറയുന്നത് 7-8 ആണ് വിത്തൗട്ട് ANC. പക്ഷെ ഞാൻ ANC ഓൺ ആയിരിക്കുന്നുണ്ട് ഒരു 4.5. ഓക്കെ, 4 to 4.5 ആണ്. അതും ഞാൻ പറയുന്നത് 80 to 90% അല്ലേ? അതിലാണ് എന്തായാലും കേൾക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ചാർജിങ് ടൈം നോക്കിയിട്ടുണ്ടോ? ചാർജിങ് ടൈം നോക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു 1.5 hours എന്തോ ആണ് ചാർജിങ് ടൈം പറയണത് അവർ. പക്ഷേ എന്തായാലും നോക്കാത്തതുകൊണ്ട് നമ്മളത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. പിന്നെ മെയിൻ ആയിട്ടുള്ള മറ്റൊരു കാര്യം വെച്ചാൽ മൈക്ക് ക്വാളിറ്റി എങ്ങനെയുണ്ട്? മൈക്ക് ക്വാളിറ്റി കൊള്ളാം. ഞാൻ ദൂരെയായിട്ട് പോയിട്ട് സംസാരിച്ചാലും അല്ല, അത് കണക്ടിവിറ്റിയുടെ കാര്യമാണ്. മൈക്കിന്റെ അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഡിസ്റ്റർബൻസ് ഇപ്പോൾ പൊതുവേ ഉള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എല്ലാവരും പറഞ്ഞു വെച്ചാൽ നീ ബാത്റൂമിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നീ സംസാരിക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് കേൾക്കുന്നത് അടുത്ത് നിൽക്കുന്ന ആൾ സംസാരിക്കുന്ന വണ്ടി പോകുന്നതൊക്കെയാണ്. അങ്ങനെ ഇല്ല. അപ്പോൾ അതായത് മൈക്ക് ക്വാളിറ്റി അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആണ്. ഓൾറെഡി ആ ഒരു മൈക്ക് ക്വാളിറ്റി നമ്മുടെ അൺബോക്സിംഗ് ആൻഡ് ഓവിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി അതല്ല, നിങ്ങളിത് ഇനിയിപ്പോൾ കേൾക്കാൻ പോകുന്നത് ഞാനും വിഷ്ണുവായിട്ട് സംസാരിച്ചൊരു ബൈറ്റാണ്. എന്തായാലും അത് കേട്ട് ഒരു കൊച്ചിന് ഞാൻ ഇത് കൊടുത്തായിരുന്നു പാട്ട് കേൾക്കാനായിട്ട്. അപ്പൊ കൊടുത്തപ്പോ ലെഫ്റ്റ് ആണ് കൊടുത്തത്. അപ്പൊ എന്റെ അടുത്ത് പറയുകയും ചെയ്തു പുള്ളിക്കാരി. പക്ഷെ ഇതിൽ ഇപ്പൊ കുഴപ്പമില്ല കേട്ടാ. ഞാൻ ഇപ്പൊ ലെഫ്റ്റ് മാത്രമാണ് എന്തോ പ്രോപ്പർട്ടി എന്തോ ഓപ്ഷൻ മാറി കിടക്കുന്നതായിരിക്കുമെന്ന് പുള്ളിക്കാരി പറഞ്ഞു. എന്തോ ഇരപ്പ് കണക്കുണ്ട്. ഇല്ല, ഇപ്പൊ ഒരു കുഴപ്പമില്ല കേട്ടോ. എന്തായാലും
ഒരു മിനിറ്റ് 4 സെക്കൻഡ് കഴിഞ്ഞു. ഇപ്പൊ വരുന്നില്ല. ഇനിയിപ്പോ ഇല്ല. ഏതെങ്കിലും അപ്ഡേറ്റ് വന്ന് പോയി കാണുമോ? അപ്ഡേറ്റ് ഓട്ടോമാറ്റിക്കലി വരത്തില്ല. വരത്തില്ലല്ലോ. ഞാൻ അപ്ഡേറ്റ് കണക്ട് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. ആ ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. ഇതുവരെ കുഴപ്പമില്ല കേട്ടാ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കേട്ടാണ് എന്തായാലും നമ്മുടെ ആ ഒരു മൈക്ക് ക്വാളിറ്റി. എന്തായാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് ഉറപ്പായിട്ടും വീഡിയോയുടെ കമൻ്റ് ആയിട്ടാണ്. അതായത് ഒരു കോളിംഗ് പേർപ്പസിന് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം മൈക്ക് ക്വാളിറ്റി നല്ല രീതിക്ക് ഉണ്ടല്ലേ, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ വിഷ്ണു ഇത് ഏതിലൊക്കെ കണക്ട് ചെയ്യും? ഡ്യുവൽ കണക്ടിവിറ്റി ഉണ്ട് ഇതിനകത്ത്? അതെ, ഞാൻ ഡ്യുവൽ കണക്ടിവിറ്റി ചെയ്തിട്ടില്ല. ഞാൻ ഫോണിലും ലാപ്പിലുമാണ് കണക്ട് ചെയ്യാറ്. പക്ഷെ ഡ്യുവലായിട്ട് ഇതുവരെ ട്രൈ കണക്ട് ഇല്ല. അതായത് അറ്റ് എ ടൈം ഒരിക്കലും കണക്ട് ചെയ്തിട്ടില്ല. കണക്ട് ചെയ്തിട്ടില്ല. ഫോണിൽ ഓഫ് ചെയ്തിട്ടാണ് മറ്റേ കണക്ട് ചെയ്യുന്നത് അല്ലേ? എന്തായാലും ഡ്യുവൽ കണക്ടിവിറ്റി ഉണ്ട്. അതായത് നമുക്ക് അറ്റ് എ ടൈം മൊബൈലിലും ലാപ്പിലും ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ മൊബൈൽ ലാപ്പിൽ കണക്ട് ചെയ്തപ്പോഴത്തേക്ക് എങ്ങനെയായിരുന്നു ആ ഒരു കണക്ടിവിറ്റി? കണക്ട് ചെയ്യാൻ ഞാൻ ഡ്യുവൽ ബൂട്ടിംഗ് ആണ് ലാപ്പ്. വിൻഡോസും ഉണ്ട്. അപ്പൊ ആ സമയത്ത് വിൻഡോസിൽ കണക്ട് ആവുന്നുണ്ട്. ചെറിയൊരു വിസിബിലിറ്റിയുടെ ടൈം അതിലുണ്ട്, വിൻഡോസിലുണ്ട്, എടുക്കുന്നുണ്ട്. അപ്പൊ എന്നാലും കണക്ട് ആയി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ലിനക്സിൽ കണക്ട് ആയി, പക്ഷെ അവിടെ വിസിബിലിറ്റിയുടെ പ്രശ്നമുണ്ട്. പിന്നെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഓഡിയോ ഔട്ട് ആവുന്നുണ്ടായിരുന്നു ലിനക്സിൽ. പക്ഷേ വിൻഡോസിൽ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു? ഇല്ല. ഓക്കെ, നമുക്ക് അങ്ങോട്ട് നടന്ന് സംസാരിച്ചാലോ? ഓക്കെ, അപ്പോൾ അതായത് നമുക്ക് ഉബണ്ടുവിൽ പ്രശ്നമാണ് സാധനം അല്ലേ? കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് കണക്ടിവിറ്റി ഇഷ്യൂ ഉണ്ട്. എന്നാൽ വിൻഡോസിൽ ആ ഒരു പ്രശ്നമില്ല. എന്നാൽ പോലും വിസിബിലിറ്റി ഇഷ്യൂ ഉണ്ടല്ലേ? അതായത് പേരിംഗ് എപ്പോഴും ഉണ്ടോ? എപ്പോഴും ഉണ്ട്. ഞാൻ ഫ്രണ്ട്സിന്റെയിലും കണക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ടൈമിലും പിന്നെ ഇപ്പൊ ലാസ്റ്റ് ഒരു തേഴ്സ്ഡേ ഈ വീക്ക് ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവന് കൊണ്ടുവന്നിരുന്നു ഓഫീസിൽ. ആ ടൈമിലും അവ ഇങ്ങനെ വിസിബിലിറ്റിയുടെ കാര്യമൊന്നും പറഞ്ഞില്ല. പക്ഷേ ANC കൂടെ ഓൺ ഓഫ് ആകുന്ന ഒരു പ്രശ്നം പറഞ്ഞല്ലേ? അത് എന്താണെന്നുള്ള അറിയത്തില്ല. മേ ബി അല്ല, അത് ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കും. അത് വിഷ്ണു അത് ഫേസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഈ 5 മാസത്തിനിടയ്ക്ക് ഇല്ല, എനിക്കത് ഫേസ് ചെയ്തിട്ടില്ല. അപ്പോൾ മേ ബി അത് പുള്ളിക്ക് ഫ്രണ്ടിന് എനിക്ക് തോന്നിയതായിരിക്കാം ഓൺ ഓഫ് ആവുന്നുള്ളത്. പിന്നെ ഇതിൽ ഉള്ളൊരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ്റെ എനിക്ക് കണ്ടുള്ള ഒരു ചെറിയൊരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആവും. ദെൻ നമ്മൾ എഗൈൻ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് ട്രാൻസ്പെറൻസി മോഡിലേക്ക് പോകും. പിന്നെ പക്ഷേ നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഓഫ് ആവുന്നില്ല, വീണ്ടും ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനോട്ട്. പക്ഷേ നമുക്കത് ഓഫ് ആക്കാൻ പറ്റുന്നത് റിയൽമി ലിങ്ക് ആപ്പിലാണ്. അപ്പോൾ അതൊരു ഡ്രോബാക്കാണ്. കാരണം ലിങ്ക് ആപ്പ് നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ iOS-ൽ വർക്ക് ആവത്തില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതൊരു ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് കമൻ്റ് ആയിട്ട് ഇടണം കേട്ടോ. എന്നാലും അത് എൻ്റെ കാര്യമാണ്. പക്ഷേ വിഷ്ണുവിന് ആൻഡ്രോയിഡ് ആണ് ഉപയോഗിക്കുന്നത് അല്ലേ മൊബൈൽ, അപ്പോൾ പിന്നെ ആ ഒരു ഇഷ്യൂ വരുന്നില്ല. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് അതുപോലെ ഡിസഡ്വാൻറ്റേജ്? അഡ്വാൻറ്റേജ് നമ്മൾ ആക്ച്വലി ഒരു ഇയർഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് വോളിയം കൂട്ടുകയും കുറയ്ക്കാം, അങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് ഉണ്ടല്ലോ. അതേപോലെ തന്നെ സ്കിപ്പ് ചെയ്യുന്നതും പിന്നെ പോസ് ചെയ്യുന്നതും ടച്ച് കൺട്രോൾസ്. അതെ, ടച്ച് കൺട്രോൾസ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പോസ് ചെയ്യാൻ പറ്റും. ട്രിപ്പിൾ ടാപ്പിൽ സ്കിപ്പ് ചെയ്യാനും. അതായത് നമ്മുടെ ബേസിക് ടച്ച് കൺട്രോൾസ് എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. അതെ, നമ്മൾ ഇപ്പോൾ ഒരു പാട്ട് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫോണിൽ കൂടെ എഴുന്നേറ്റ് പോയി അത് സ്കിപ്പ് ചെയ്യാനും പോസ് ചെയ്യാനും നടക്കണ്ട. ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ബേസിക് അതായത് ഇപ്പോൾ പൊതുവെ മറ്റുള്ളതിലൊക്കെ ഉണ്ട്, പക്ഷേ എന്നാൽ ഇതിൽ കുറച്ചുകൂടെ ടച്ച് സെൻസേഴ്സ് എല്ലാം നല്ല ആക്യുറേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വീണ്ടും ഫോൺ എടുക്കേണ്ട ഒരു അവസ്ഥ വരത്തില്ല. അതാണ് സംഭവം. എന്തായാലും പിന്നെ മറ്റുള്ള കാര്യങ്ങൾ പിന്നെ ANC നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. ANC എന്ന് പറയുമ്പോഴത്തേക്ക് 30GB ആണ്, പക്ഷേ പുറത്ത് വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ? ഔട്ട്സൈഡിൽ അതാണ് ഇപ്പൊ നല്ല രീതിക്ക് വർക്ക് ചെയ്തെന്ന് പറഞ്ഞത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ 32dB എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് ഭയങ്കര രീതിക്കില്ല. പക്ഷെ ഇൻഡോറിനകത്തെ നമ്മൾ റൂമിനകത്ത് ഇരുന്നിട്ട് അല്ലെങ്കിൽ ഓഫീസിനകത്തൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഇത് ഓൺ ആക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും ഓൺ ആയി എന്നുള്ളത്. പക്ഷേ വിഷ്ണു ഇനി പുറത്ത് പോയിട്ട് ഇത് ഓൺ ആക്കി വെക്കണം, പ്രത്യേകിച്ച് നല്ല റഷുള്ള സ്ഥലത്ത്. നമ്മൾ അറിയത്തില്ല ഇത് ANC ഓൺ ആണോ അതല്ല ഓഫ് ആണോ പോലും. കാരണം വെച്ചാൽ ANC ഓൺ ഇത് ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നേ ഉള്ളൂ. ഇൻഡോറിൽ ഓക്കെയാണ്, ഔട്ട്ഡോറിൽ പക്ഷെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും എന്നാലും നിങ്ങളൊന്ന് അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഔട്ട്ഡോറിലും നിങ്ങൾ ചെയ്തിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഉറപ്പായിട്ട് അത് കമന്റ് ആയിട്ടാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഇനിയുള്ളത് മൈക്കിന്റെ. നമ്മളിപ്പോ കുറെ ദൂരം പോയാലും ബ്ലൂടൂത്ത് കണക്ടിവിറ്റിന്റെ പ്രശ്നമില്ല. ബ്ലൂടൂത്ത് വെർഷൻ 5.3 ആണ്. അതേപോലെ തന്നെ റേഞ്ച് എനിക്ക് തോന്നുന്നു 10 മീറ്റർ ആയിരിക്കും. 10 മീറ്റേഴ്സ് അല്ലേ, 10 മീറ്റേഴ്സ് അതാണ് അത്. അപ്പോൾ കണക്ടിവിറ്റി ഒന്നും വലിയ പ്രശ്നമില്ല. പിന്നെ ഇത് നമ്മൾ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി നമ്മൾ ഏത് ഡിവൈസിലാണോ പേരുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി റീകണക്ട് ആവും. അതൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് റീകണക്ട്, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, 2000 രൂപയ്ക്ക് ഇപ്പോൾ നിർവാണ അയോൺ ANC അല്ലെങ്കിൽ നിർവാണ അയോൺ
പിന്നെ ഈ കാണാൻ പറ്റുന്നതാണ് T300. എന്തുകൊണ്ടാണ് T300 വാങ്ങിച്ചത്? ആക്ച്വലി ഇത് മേടിക്കുന്ന സമയത്ത് തന്നെ ഏട്ടൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതാണ് മേടിക്കേണ്ടതെന്നുള്ളത്. അപ്പൊ ഏട്ടന്റെ റെക്കമെൻഡേഷനിലാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പൊ ഞാൻ പൊതുവേ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഒക്കെ പറയുന്നൊരു കാര്യമാണ്, നിങ്ങളൊരു പക്കാ ബേസ് ലവർ അല്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ T300 പോകുക. കാരണം വെച്ചാൽ ഓവറോൾ എനിക്ക് പെർഫോമൻസിൽ കിട്ടിയത് ഈ T300 ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തിട്ടാ. അതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ വിഷ്ണു, ഇപ്പോൾ വിഷ്ണു ബേസ് ലവർ ആണോ? അത്യാവശ്യം മീഡിയം. അത്യാവശ്യം ഓക്കെ അല്ലേ? ഒരു ബേസ് ലവർ ആണ്, പക്ഷെ ആ ഭയങ്കര തലമണ്ട അടിച്ചു പൊളിക്കുന്നത് അതാണ്. ചില ആൾക്കാർക്ക് ആക്ച്വലി നല്ല തലമണ്ട അടിച്ച് പൊളിക്കുന്ന ബേസ് വേണം, ചിലർക്ക് അത് വേണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതെന്തായാലും ഇതിൽ ആ തലമണ്ട അടിച്ച് പൊളിക്കുന്ന ബേസ് ഇല്ല കേട്ടോ. പക്ഷെ നിർവ്വാണം എനിക്ക് സംടൈംസ് അത് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ ആ ഒരു ക്രിസ്റ്റൽ ബയോണിക് ചിപ്സെറ്റിന്റെ ആ ഒരു EQ മോഡൊക്കെ ഓണാക്കുമ്പോഴത്തേക്ക് ഉത്സവ പറമ്പിൽ നമ്മൾ പാട്ട് കേൾക്കത്തില്ലേ, അതേപോലത്തെ ഒരു ഫീലാണ്. അപ്പോൾ അത്രയും ബേസ് വേണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിർവ്വാണയിൽ പോകാം. എന്നാൽ നിങ്ങൾ ബേസ് ലവർ ആണ് പക്ഷേ അത്രയും ഭയങ്കര ഒരു ബേസ് വേണ്ട എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിലേക്ക് പോകുന്നത് എന്തായാലും സാറ്റിസ്ഫൈഡ് അല്ലേ? മ്യൂസിക് സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഡീപ് ബേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതെ, 4 EQ മോഡ്സ് ഉണ്ട്. ഡീപ് ബേസ് ഇട്ട സമയത്ത് ലെഫ്റ്റ് ബഡിനകത്ത് കുറച്ച് നോയ്സ്, ഒരു ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്, ചെറിയൊരു എരപ്പ് കണക്ക് എന്തോ. AC കോഡൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞതാണ്, AC കോഡൊക്കെ ഉണ്ടെങ്കിൽ പോലും ചില പാട്ടുകൾ നമ്മൾ 100% ഇടുമ്പോഴത്തേക്ക് ചെറിയ ഡിസ്ട്രാക്ഷൻസ് സംഭവിക്കാം. നമുക്ക് കൂടുതൽ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ അങ്ങനെ കേട്ട് നോക്കിയപ്പോഴത്തേക്ക് അങ്ങനെ ഒരു വലിയ പ്രശ്നം ഇല്ലായിരുന്നു. ഏത് പാട്ടായിരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഇട്ടത്? ഓർമ്മയില്ല. അറിയാം ഏത് പാട്ടാണ്? അത് ഒരു ജാപ്പനീസ് പാട്ടാണ്, സൂസുമേ എന്ന് പറയുന്നത്. എന്താ അറിയായിരിക്കും. ആണാ? എന്തായാലും ഞാൻ പൊതുവെ ഏക്കന്റെ ബർത്ത് മാർക്ക് ഉണ്ട്, അതിൻ്റെയാണ് ഇടുന്നത്. പക്ഷെ അതിലിടുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ബേസും എനിക്ക് അങ്ങനെ ഡിസ്ട്രാക്ഷൻ ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. മേ ബി ഈ ഒരു പാട്ടിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് ഞാൻ ലിങ്ക് അല്ലെങ്കിൽ എന്താ പറയുക, സൂസുമേ, ആ ഒരു പാട്ട് കേട്ട് T300 കേട്ടോ, ആ പാട്ട് കേട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അങ്ങനെ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതും കമ്മറ്റായിട്ട് ഇടണം. വേറൊന്നും കൊണ്ടല്ല, 5 മാസം ഉപയോഗിക്കുന്ന ഒരാളാണ് പറയണത്. ചിലപ്പോൾ ഈ ഒരു പീസിന്റെ പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ മറ്റുള്ളവർക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. എന്തായാലും അത് ഉറപ്പായിട്ടും കമന്റ് ഇടാൻ മറക്കരുത്. ഇനി അടുത്തത്. ഇനി വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. മ്യൂസിക് ആയാലും നല്ലോണം കേൾക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ കൂടുതൽ വോയിസ് ഇട്ട് കേൾക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ്. നമ്മള് മ്യൂസിക് കേൾക്കുന്ന സമയത്ത് തന്നെ പുറമേ നടക്കുന്ന എന്താണെന്ന് പോലും അറിയാൻ പറ്റില്ല. അതായത് പിന്നെ എൻഹാൻസ്ഡ് ആ ഒരു ഓപ്ഷൻ ഓൺ ആക്കിയിട്ട് നോക്കാം. റിയൽമി ലിങ്ക് ആപ്പിൽ എൻഹാൻസ്ഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓൺ ആക്കിയിട്ടാണോ കേൾക്കുന്നത്? ഇല്ല, അത് ഓൺ ആക്കിയിട്ടില്ല. എന്നിട്ട് പോലും പുറമേ ഉള്ള സൗണ്ട് കേൾക്കുന്നില്ല അല്ലേ? അപ്പൊ അത്രയും ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ എൻഹാൻസ്ഡ് ആണ് നമ്മുടെ T300 ഔട്ട്പുട്ട്. അപ്പൊ എന്തായാലും 2000 രൂപയ്ക്ക് ഇത് സാറ്റിസ്ഫൈഡ് ആണോ? സാറ്റിസ്ഫൈഡ് ആണ്, 100% പറയാം. എന്റെ ഇപ്പൊ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു അതൊന്നും പറയണ്ട, സാറ്റിസ്ഫൈഡ് ആണോ? സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാൻ കണ്ടൂല് കണക്ട് ചെയ്യുന്ന ഒരു ഇത് വെച്ചിട്ടാണ് പോയത്. അതിലാണ് ചെറിയൊരു വിഷമം അല്ലേ? ഉബുണ്ടുവിൽ എന്തായാലും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ആ സമയത്ത് പക്ഷെ മൊബൈലിൽ കണക്ട് ചെയ്യുന്നുണ്ട്. മീറ്റിംഗ്സിനൊക്കെ ലാപ്പിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാറുണ്ടോ? യൂസ് ചെയ്യാറുണ്ട്. അവിടെയും മൈ ക്വാളിറ്റിക്ക് വലിയ പ്രശ്നമില്ലല്ലോ, ഡിലേ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ? ഇല്ല. ഓക്കെ. അപ്പോൾ നമുക്ക് കോളിങ്ങിന്റെ കാര്യത്തിൽ നിങ്ങളുടെ പ്രയോറിറ്റി കോളിംഗ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിൽ വലിയ തെറ്റില്ല. അതിപ്പോൾ ആൻഡ്രോയിഡ് ആണെങ്കിലും iOS ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക വിൻഡോസും ലിനക്സിൽ പക്ഷേ ഇഷ്യൂ ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉബുണ്ടു ആണെങ്കിൽ അതിനകത്ത് കണക്ട് ചെയ്യാനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവിടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിസപ്പോയിന്റഡ് ആകാൻ ചാൻസ് ഉണ്ട്. വീണ്ടും പറയാനുള്ളത്, ചിലപ്പോൾ വേറെ ലാപ്പിൽ നോക്കിയോ? ഉബുണ്ടുവിൽ തന്നെ വേറെ ലാപ്പിൽ ഞാൻ നോക്കിയായിരുന്നു. അപ്പോഴും ഈ പ്രശ്നം തന്നെ വിസിബിലിറ്റി വർക്ക് ആവുന്നില്ലെന്നുള്ളതാണ്. ആണോ? ഇത് വിസിബിലിറ്റി വരുന്നില്ല. ഓക്കെ. വിഷ്ണു ഇത് എടുത്ത് പറയണമെന്ന് വെച്ചാൽ വിഷ്ണു ആക്ച്വലി ബേസിക്കലി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ സൈഡിലുള്ള എല്ലാവരുടെയും കയ്യിൽ ഈ ഉബുണ്ടു ആയിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് പറയുന്നത്. സോ അപ്പോൾ എന്തായാലും ഉബുണ്ടു നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് വാങ്ങിച്ചിട്ട് വലിയ കാര്യമില്ല. എന്നാൽ ആൻഡ്രോയിഡോ iOSോ വിൻഡോസോ ഏതിനാണെങ്കിലും കുഴപ്പമില്ല, നല്ല 100% പറയുന്നതെന്ന് വെച്ചാൽ ഉബുണ്ടു മിക്കാറും ഒക്കെ ഉള്ള ബഡ്സിന്റെ ഡ്രൈവേഴ്സ് സപ്പോർട്ട് ചെയ്യാറില്ല. ഇല്ല. അപ്പൊ അതുകൊണ്ട് വൈയുടെ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. നിങ്ങൾ ഉബുണ്ടുവിലേക്ക് വേണ്ടി യൂസ് ചെയ്യാനാണ് പോണേന്നുണ്ടെങ്കിൽ വൈയുടെ ഞാൻ സജസ്റ്റ് ചെയ്യും. ഓക്കെ. അതർവൈസ് ഇപ്പോൾ നോർമൽ iOS ആൻഡ്രോയിഡ് ഇതിനൊക്കെ ഉറപ്പായിട്ടും സജസ്റ്റ് ചെയ്യും അല്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തായാലും വീണ്ടും പറയാനുള്ളത്, 5 മാസം ഉപയോഗിച്ച ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഇപ്പോഴും സാറ്റിസ്ഫൈഡ് ആണ്. അതല്ലെങ്കിൽ റിയൽമിയുടെ തന്നെ ഈ T300 ഒരു അപ്ഗ്രേഡ് വേർഷൻ ഇറങ്ങി കഴിഞ്ഞാൽ, അതായത് T300 തന്നെ ഇപ്പോൾ T300S എന്നോ അല്ലെങ്കിൽ T300 Ultra എന്നോ പറഞ്ഞിട്ടൊരു അപ്ഗ്രേഡ് വേർഷൻ ഇറങ്ങുവാണ്, അത് മേടിക്കില്ലയോ?
എന്റെ ഇപ്പൊ ഇതില് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അത് തന്നെ. അപ്പൊ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഒരു അപ്ഗ്രേഡ് വെർഷൻ നടക്കുമല്ലോ. പൊതുവെ ആ ഒരു ട്രെൻഡ് ആണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇത് നല്ല അഭിപ്രായം ഉണ്ട്, അത് മേടിക്കാൻ ശ്രമിക്കും. അതെ, അല്ലാതെ ബോട്ടിലോട്ട് പോകാനായിട്ട് താല്പര്യമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തായാലും റിയൽമി അതാണ്, റിയൽമി കസ്റ്റമേഴ്സിൻ്റെ ഒരു പ്രത്യേകത വെച്ചാലാണ് റിയൽമി എന്നെ മേടിക്കാനായിട്ട് അവർ വീണ്ടും നിൽക്കും. ഒരു എക്സാമ്പിൾ ഞാൻ തന്നെയാണ് കേട്ടോ. പിന്നെ ഇവരുടെ വെയറിംഗ് കംഫർട്ട് ഭയങ്കരമാണ്. വിഷ്ണു നല്ല കംഫർട്ടാണ്, ഊരി പോകത്തില്ല. അതും ഇതിൽ എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. റിയൽമിയിൽ ഏത് വാങ്ങിച്ചാലും നിങ്ങൾക്ക് വെയറിംഗ് കംഫർട്ട് ഒരു പ്രശ്നമാണ്. അതല്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെവിയിൽ അങ്ങോട്ട് ഇരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും 5 മാസം ഉപയോഗിച്ചാൽ വിഷ്ണു സാറ്റിസ്ഫൈഡ് ആണ്. 2000 രൂപ കൊടുത്തതിൽ 2499 അല്ല 2299 നോർമൽ റേറ്റ്. അതിലും കുഴപ്പമില്ലല്ലോ. ഇത് വാങ്ങിച്ച തെറ്റൊന്നും ഇല്ലല്ലോ. പിന്നെ 2000 രൂപ കിട്ടുന്നെങ്കിൽ ലോട്ടറി, അതുപോലെ തന്നെ 1799 കിട്ടുന്നെങ്കിൽ ഡബിൾ ലോട്ടറി. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ റിയൽമി T300ന്റെ ഒരു ലോങ് ടേം റിവ്യൂ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും പിന്നെ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.